ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാകുംഭമേളയെ കുറിച്ചിട്ടുള്ള പരാമർശത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റായിട്ടുള്ള മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവിയാണ് ആദ്യം പറഞ്ഞത് കുംഭമേള നടത്തരുത്. കാരണം കുംഭമേള നടത്തിയാൽ ഞങ്ങളുടെ ഇസ്ലാം തകർന്നു പോകും. ഒരുപാട് മുസ്ലിങ്ങൾ ഹിന്ദുമതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, സനാതനധർമ്മം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യാതായപ്പോൾ ഇത് വഖഫ് ഭൂമിയാണെന്നും ഞങ്ങൾ നിങ്ങളോട് സഹകരിച്ചിട്ടാണ് ഞങ്ങൾക്ക് പഠിച്ചവന്റെ പേരിൽ വഖഫ് തന്ന ഒരു ഭൂമി നിങ്ങൾക്ക് ദാനം നൽകിയതെന്നും പറയുന്നു. അല്ല, അപ്പോഴും ഉസ്താദ് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പടച്ചവന്റെ പേരിൽ തടഞ്ഞു വെച്ച് ആരോ നൽകിയ ഭൂമി ഇവരെങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് നൽകുന്നത്? അതും കാഫിറുകൾക്ക്, ബഹുദൈവാരാധകർക്ക് ഒക്കെ പരസ്പര വിരുദ്ധമായിട്ടാണ്. എന്നിട്ട് ആദ്യം അവിടെ സ്റ്റാളുകളൊക്കെ ഇടുന്നത് 47 കോടിയോളം ചിലവാക്കിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ കുംഭമേളയ്ക്ക് സ്റ്റാളുകൾ ഇടാൻ മുസ്ലിങ്ങൾക്ക് അനുമതി നൽകിയില്ല. അതിനെ തുടർന്ന് പിന്നെ ഉടനെ തന്നെ ബറേൽവി വീണ്ടും രംഗത്ത് വന്നു. അല്ല, ഞങ്ങൾക്കും സ്റ്റാളുകൾ ഇടണം, ഞങ്ങളുടെ ഭൂമിയാണല്ലോ, ഞങ്ങൾ വഖഫ് തന്നതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അതിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. അതിന് മുസ്ലിങ്ങളോട് പറഞ്ഞു കുംഭമേളയ്ക്ക് പോവല്ലേ. ഇങ്ങനെ ഒരുപാട് മാനസിക രോഗിയെ പോലെയാണ് ഈ ബറേൽവി പെരുമാറുന്നത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ രൂക്ഷ വിമർശനവുമായി BJP MP സാക്ഷി മഹാരാജ് രംഗത്ത് വന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം കണ്ടതിന് ശേഷം ഇക്കൂട്ടർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. കാരണം ഹജ്ജിനും ഉംറയ്ക്കും പോലും ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ അത്രയധികം ജനസമുദ്രം ഒഴുകി വരുന്നത് കാണുമ്പോൾ കാഫിറുകളാണല്ലോ ഈ വളരുന്നത്, അപ്പോ ഹൈന്ദവ ധർമ്മമാണല്ലോ ഈ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കാക്കായ്ക്ക് വെകിളിയായത് എന്നാണ് MP പറഞ്ഞത്. കാക്കായ്ക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല, കാക്കായ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പും ഉറക്കുന്നില്ല, നിന്നിട്ട് നിൽപ്പ് ഉറക്കുന്നില്ല, ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ചില ആളുകൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമായി 40-50 കോടി ആളുകൾ സന്ദർശിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന പ്രയാഗ്രാജിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേള അവരുടെ മനസ്സമാധാനം തകർത്തിരിക്കുന്നു എന്നാണ് MP പറഞ്ഞത്. ഇത് അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ വരെ നടത്തിയിട്ടായിരുന്നാലും മഹാകുംഭമേള തടയാൻ അവരെ പ്രേരിപ്പിച്ചു. ഇതാണ് സാക്ഷി മഹാരാജ് പറഞ്ഞത്. അതായത് എങ്ങനെയും കുംഭമേള തടയണം എന്ന് തീരുമാനിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട കാക്കാക്കൂട്ടം ഇറങ്ങി തിരിച്ചപ്പോൾ എതിർഭാഗത്ത് സനാതനധർമ്മത്തിന്റെ ആളുകളും ഇറങ്ങി തിരിച്ചു. ടെന്റുകളും ഷാമിയാനകളും സ്ഥാപിച്ച ഭൂമി വഖഫിൻ്റെതാണ് എന്ന് നേരത്തെ എക്സിൽ ഒരു പോസ്റ്റിൽ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞിരുന്നു. കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന 54 ബിഗാസ് ഭൂമി വഖഫിൻ്റെതാണ് എന്ന് ഷഹാബുദ്ദീൻ റസ്വി ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് സാക്ഷി മഹാരാജ് രംഗത്ത് വരുന്നത്. അല്ല, ഇത് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ എന്തു പറയണമെന്നറിയാതെ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുവാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് മാനസിക വിഭ്രാന്തിയിൽ നിന്നും ഉരുത്തിരിയുന്ന വാചകങ്ങളാണ് ഇമാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഹിന്ദുക്കള്, സ്വാമിമാര്, MP-മാര്, BJP പ്രവർത്തകരൊക്കെ ആരോപിച്ചു. അതേസമയം രാജ്യത്തെ ചില തീവ്ര മുസ്ലിങ്ങൾ പരിസ്ഥിതിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കുറ്റപ്പെടുത്തി. ഇസ്ലാം സ്ഥാപിതമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുംഭം സംഘടിപ്പിച്ചിരുന്നു. കുംഭത്തിന് മുമ്പ് ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ കുംഭത്തിന് മുമ്പ് എങ്ങനെയാണ് വഖഫ് നിലനിന്നിരുന്നത് എന്നാണ് സിംഗ് ചോദിച്ചത്. കാരണം ഈ പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുന്നത് ആദ്യമല്ല. ഇസ്ലാം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാകുംഭമേള സംഘടിപ്പിക്കുകയും ആളുകൾ അതിനകത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ഇത് വഖഫിന്റെ ഭൂമിയായത് എന്നാണ് തെളിവുകൾ നിരത്തി ചോദിച്ചത്. മഹാകുംഭമേള ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ പ്രയാഗ്രാജിലാണ് സംഘടിപ്പിക്കുന്നത്. വൻ ഭക്തജന തിരക്കാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അപകടങ്ങൾ തടയാൻ ജില്ലാ ഭരണകൂടം സുരക്ഷ ഉറപ്പാക്കാൻ സുപ്രധാനമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ കുംഭമേളയ്ക്ക് വലിയ തോതിലുള്ള കള്ളനോട്ട് അച്ചടിച്ച് ഈ കുംഭമേള, അതുപോലെ ആറ്റുകാൽ പൊങ്കാല, നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഗണേശോത്സവം, ഇങ്ങനെ ഒരുപാട് ഹൈന്ദവ ആഘോഷങ്ങൾ, ക്രൈസ്തവ ആഘോഷങ്ങൾ, ഇതിനൊക്കെ ഇടയിൽ ചിലവഴിക്കാനുള്ള ഗൂഢാലോചന നടത്തിയ എല്ലാ സമാജ്വാദി പാർട്ടി നേതാക്കളെയും UP പോലീസ് പരേഡ് നടത്തി പിടിച്ചു. ബബ്ലു ഖാൻ എന്ന മുഹമ്മദ് റാഫി ഖാൻ, ലാദൻ എന്ന ഔറംഗസേബ്,
നൌഷാദ് ഖാൻ, മുഹമ്മദ് റാഫി, അൻസാരി, ഷെയ്ഖ്, ജമാലുദ്ദീൻ, നിയാസുദ്ദീൻ, റെയ്ഹാൻ ഖാൻ, ഹാസിം ഖാൻ, സിറാജ് ഹസ്തി, പർവേസ് ഇലാഹി തുടങ്ങിയ ഒട്ടനവധി ആളുകളെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ എല്ലാവിധ സമ്പത്തും കണ്ടുകെട്ടുകയും ചെയ്തു എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞത്. ഇത് ചെയ്തത് യുപിയിലായതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാവര ജംഗമം പൊക്കിയെടുക്കുക തന്നെ ചെയ്യും. കാരണം ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഈ രാജ്യത്തിന്റെ അടിത്തറ തോണ്ടാൻ ശ്രമിക്കുന്നത് എത്ര വലിയ കൊലക്കൊമ്പനായിരുന്നാലും യുപിയിലാണോ നിയമം അയാൾക്ക് മീതി പറക്കില്ല. ഇനി അയാൾ രാഷ്ട്രീയക്കാരനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഏതു കൊടി കെട്ടിയവനായിരുന്നാലും വേണ്ടില്ല, യോഗിക്ക് ഒരു ഭയവുമില്ല. അതുകൊണ്ടാണ് യോഗിയെ പോലെ ഒരു ഭരണാധികാരി, നരേന്ദ്രമോദി മോശമാണെന്നല്ല പറയുന്നത്, ഒന്നുകിൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കണം, അതല്ലെങ്കിൽ കേരളമെങ്കിലും ഭരിക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ നമ്മുടെ നാട്ടിലില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് കേരളം കേന്ദ്ര ഭരണപ്രദേശമാകണം. എന്നാൽ മാത്രമേ ഇവരെയൊക്കെ ഒരു പരിധിവരെ ഒതുക്കി നിർത്താൻ കഴിയൂ. കാരണം ഇവരെ ഈ നാടിൻ്റെ അടിത്തറ തോണ്ടാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കുംഭമേളയില് കള്ളനോട്ടടിച്ച് വിതരണം ചെയ്യാനിരുന്ന കാക്കാമാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ. എല്ലാവരും വീൽ ചെയറിലാക്കിയെന്ന് തോന്നുന്നു യോഗി. എല്ലാവരും വീൽ ചെയറിൽ, കൈയും കാലും ഒക്കെ ഒരു രീതിയിൽ തക്കളമാണ്. യോഗയുടെ നാട്ടിലായതുകൊണ്ട് നിഷ്പ്രയാസം നിമിഷങ്ങൾക്കുള്ളിൽ ഇവരെ പൊക്കിയെടുത്തു. ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, നിയമം അനുശാസിക്കും, വിധം ശിക്ഷിക്കുകയും ചെയ്യും. യോഗയുടെ നാട്ടിലായതുകൊണ്ടാണ് ഇവരൊക്കെ വീൽ ചെയറിലായത്. പെട്ടെന്ന് പണക്കാരാകാനേ മലദ്വാർ ഗോൾഡും ഉമ്മറ ഗോൾഡും ഒക്കെ ഇവർക്ക് പെട്ടെന്ന് വഴങ്ങി കിട്ടും. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ആരെ മൂഞ്ചിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, പണമുണ്ടാക്കണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ കാക്കാക്കൂട്ടത്തിനാകെയുള്ള ഒരൊറ്റ ചിന്ത ഇതാ: അധ്വാനിക്കാതെ ജീവിക്കണം, പണമുണ്ടാക്കണം. जनपद कुशीनगर में जाली नोटों में डील करने वाले एक गैंग को बस्ट किया गया है, जिसमें टोटल 10 लोगों की गिरफ्तारी हुई है। इनके पास से 5.5 लाख से भी ज्यादा जाली नोट वो बरामद हुआ है। 1 लाख से ज्यादा नगद कैश बरामद हुआ है। 10 तमंचे इनके पास से मिले हैं। 30 जिंदा कारतूस मिले हैं। 12 यूज्ड कारतूस मिले हैं। इसके अलावा काफी संख्या में सिम कार्ड, लैपटॉप वो बरामद हुआ है। इनके पास से 4 सुतली बम भी बरामद हुआ है। इस गैंग के जो टोटल 10 सदस्य हैं, मोहम्मद रफीक खान उर्फ बबलू खान, तमकुही राज का रहने वाला, औरंगजेब उर्फ लादेन, नौशाद खान, मोहम्मद रफी अंसारी, शेख जमालुद्दीन, नियाजुद्दीन, रेहान खान, हासिम खान, शिराज असमती और परवेज इलाही, ये सभी एक शातिर किस्म के इसमें कई बदमाश हैं जो कि जाली नोटों के कारोबार में डील करते हैं और साथ ही साथ जो अवैध असला है इसका इस्तेमाल करके लोगों को डराना धमकाना, जो जमीनें हैं उनको अपने नाम लिखवा लेना, फर्जी मुकदमे लिखवा के ये सभी चीजें करते हैं। इनके पास से नेपाल की भी करेंसी मिली है और नेपाल में भी इनके आवागमन की इनकी सूचना प्राप्त हुई है। इस पूरे गैंग को बर्स्ट करने में हमारा थाना तमकुही राज, थाना तरिया सुजान, थाना सेवरही एवं थाना साइबर की टीम लगी थी। और ये ഇതിപ്പോ കേരളത്തിലായിരുന്നെങ്കിൽ ഇരു ചെവി അറിയുമായിരുന്നോ, ഇവർ പിടിക്കപ്പെടുമായിരുന്നോ? നമ്മൾ വെറുതെ പറയുന്നതല്ല.
യോഗിയുടെ നാട്ടിലായതുകൊണ്ട് നിഷ്പ്രയാസം ഇവരെ പൊക്കിയെടുത്തു. ഓടിയവരെ പിടിച്ച് വീൽ ചെയറിലിരുത്തി. കയ്യും കാലുമൊക്കെ പ്ലാസ്റ്ററിലാക്കിയെടുത്തു. നന്ദി.